ഹായ് ഗൈസ്, ഇന്ന് നമ്മളുള്ളത് ദുബായ് സർഫ് ഡീജിയുടെ അടുത്തായിട്ടുള്ളൊരു പാർക്കിങ്ങിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായിൽ റെൻറ്റ് വണ്ടികളാണ്. ദുബായിൽ റെൻറ്റ് വണ്ടികൾ എന്ന് വെച്ചാൽ ഫോർഡ് മസ്താങ് അതൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ സ്വിഫ്റ്റ് പോലെയാണ് ഇവിടുത്തെ ഫോർഡ് മസ്താങ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ബാക്കിൽ കിടക്കുന്ന ഈ റെഡ് അങ്ങനെ കുറച്ച് കളറിൽ, ഇപ്പോൾ ഗ്രീൻ അങ്ങനെ കുറച്ച് കളറിൽ കുറച്ച് മസ്താങ് ഷെൽബി GT 500 അങ്ങനെ കുറച്ച് വണ്ടികളിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടികളൊക്കെ നമുക്ക് കണ്ടാലോ. കാരണം ഈ ശനി ഞായറാകുമ്പോൾ ഇവിടെ കുറേ വണ്ടികൾ വരും. ശനി ഞായറും കൂടുതൽ പാർട്ടിക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതൽ ചൂസ് ചെയ്യുക ഈ വണ്ടിയാണ്. ഈ നമ്മുടെ ഈ ഫോർഡ് മസ്താങ് GT ഒക്കെയാണ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ശരിക്കും പറയാൻ നമ്മുടെ നാട്ടിലെ സ്വിഫ്റ്റൊക്കെ എല്ലാവർക്കും, അതായത് ഞാനൊക്കെ റെൻറ്റ് ചെയ്യണ സമയത്ത് എല്ലാവർക്കും സ്വിഫ്റ്റേ വേണ്ടോ. അതായത് റെൻറ്റിന് ചോദിക്കുക, ചില ഫസ്റ്റ് പ്രിഫർ ചെയ്യുക സ്വിഫ്റ്റ് കാർ മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ നമ്മുടെ ഈ ഫോർഡ് മസ്താങ് GT ഒക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാറുകൾ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ ഗൈസ്, എന്താ വെച്ചാൽ നമ്മുടെ ഗോപ്രോയിൽ ഈ കാറിൻ്റെ ഇത്ര ക്ലിയർ ഉണ്ടാവില്ല. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യണത് നമ്മുടെ സാംസങ് ഫോണിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിതേ ഒരു ഫോർഡ് മസ്താങ് കിടക്കുന്നുണ്ട്, ഒരു ഗ്രീൻ കളറിൽ. ഫ്രണ്ട് സ്കേർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ കണ്ടില്ല, ഫ്രണ്ട് സ്കേർട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ കളർ വണ്ടിയാണ് ഫസ്റ്റ് ഉള്ളത്. പിന്നെ സെക്കൻഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ഫോർഡ് മസ്താങ് തന്നെ ഷെൽബി എഡിഷനാണ്. കാരണം ഇവിടെ നമ്മുടെ സ്നേക്കിൻ്റെ എംബളം വന്നിട്ടുണ്ട്. കണ്ടില്ല, സ്നേക്കിൻ്റെ എംബളമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഷെൽബി എഡിഷനിൽ ഒരു ഓറഞ്ച് കളറിലൊരു ഫോർഡ് മസ്താങ് വന്നിട്ടുള്ളത്. പിന്നെ വെച്ച് നോക്കുക വെച്ചാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് നമ്മുടെ ഗ്രീൻ ഇവിടെയാണ്, ഗ്രീൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വൈറ്റ് കളർ ഒരു മസ്താങ് കിടക്കുന്നുണ്ട്. അതും ഷെൽബി തന്നെയാണ്. ഫ്രണ്ടിൽ ഫ്രണ്ട് സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഇത് ഓൾറെഡി കംഫോർട്ടബിൾ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് കണ്ട വണ്ടികളും കംഫോർട്ടബിളാണ്. കംഫോർട്ടബിളിന് റേറ്റ് കൂടും, റെൻറ്റിന് പെർ ഡേ റെൻറ്റിന് കംഫോർട്ടബിളിന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് കംഫോർട്ടബിളാണ്. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് ഷെൽബി GT 500 കംഫോർട്ടബിൾ തന്നെയാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ബാറ്ററി, ഞാൻ വരുന്ന ടൈമിൽ ഇതിൻ്റെ ബാറ്ററി പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവർ ചെയ്തിരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഫോർഡ് മസ്താങ് കിടക്കുന്നുണ്ട്, റെഡ് കളർ. അതായത് ഫോർഡ് മസ്താങ് ഷെൽബി അല്ല, കാരണം ഫോർഡ് മസ്താങ്ങിൻ്റെ കുതിരയുടെ എംബളം ഇവിടെ നമുക്ക് കാണാം. അതും ഫ്രണ്ട് സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോണറ്റിൻ്റെ മുകളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ, ചെറിയ ചെറിയ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ മുകളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലാക്കിൻ്റെ മുകളിലും ഈ സെയിം മോഡിഫിക്കേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് നമ്മൾക്ക് ഇരുട്ടായത് കൊണ്ട് കാണാത്തത് കൊണ്ടാണ്. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ മസ്താങ് കഴിഞ്ഞാൽ ഡോഡ്ജ് ഡിമോണാണ് കിടക്കുന്നത്. കണ്ടില്ല, നമ്മുടെ ഫ്രണ്ടിൽ സ്കേർട്ടിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു റെഡ് ഫിനിഷിങ്ങിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. റെഡ് സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ ലെവൽ വണ്ടിയാണ്. അത് SRT ആണ്. കാരണം SRT വെരി പവർഫുള്ളാണ് നമ്മുടെ ഡോഡ്ജിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആളില്ല ഇവിടെ. അപ്പോൾ എന്തായാലും ആൾ പോയി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെയാണ്, ഈ ഡോഡ്ജ് ഡിമോണിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെയാണ് വേറെ ലെവലാണ്. SRT എഡിഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ റെൻറ്റിന് ആയിട്ട് പെർ ഡേ ആയിട്ട് കിട്ടുക കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മുടെ ഫോർഡ് മസ്താങ് ഷെൽബി GT 500 തന്നെ ഇവിടെ വേറെ റെഡ് എണ്ണം കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇത് ഫോർഡ് മസ്താങ് റെഡാണ്, ഇത് ഷെൽബി GT ആണ്. അപ്പോൾ ആ രണ്ട് കളറ് ഷെൽബിയും ഉണ്ട് നമുക്കിവിടെ, പിന്നെ ഫോർഡ് മസ്താങ്ങും ഉണ്ട്. രണ്ട് റെഡ് കളറിലുള്ള വണ്ടികളുണ്ട്. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ യെല്ലോ കളറിൽ ഒരു ഷെൽബി തന്നെ, പക്ഷേ ഷെൽബിയുടെ എംബളമൊന്നുമില്ല. ഷെൽബിയുടെ എംബളം പോയിട്ട് ഇവിടെ GT 500 എന്ന് എഴുതിയിട്ടുണ്ട് യെല്ലോ കളറിൽ. പിന്നെ ഇത് അടുത്ത് തന്നെ ഒരു വൈറ്റ് ഫോർഡ് മസ്താങ് ഷെൽബി GT 500 കിടക്കുന്നുണ്ട്. റൂഫ് കൺവേർട്ടബിൾ ആണ് ഇതിൻ്റെയും. പിന്നെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ പുതിയൊരു മോഡൽ ഡോഡ്ജ് ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഷെൽബി 500 വേറെ ഒരു ബ്ലാക്കിൽ കിടക്കുന്നുണ്ട്. ബ്ലാക്കിൽ സീറ്റൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുള്ള് യെല്ലോ ഒരു ഇതിലാണ് അപ്പോൾസറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതും വേറെ ലെവൽ തന്നെയാണ് കാണാൻ. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇത്, പിന്നെ ഇത്, പിന്നെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡോഡ്ജ് ഡിമോണാണ്. ഈ ഒരു 3 വണ്ടികളാണ് എനിക്ക് ഈ കണ്ടതിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ 2 വണ്ടികളും പിന്നെ ആ ഡോഡ്ജ് ഡിമോണും, ഈ 3 വണ്ടികളാണ് എനിക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 സ്പോർട്സ് കാർ ഉണ്ട് ഇവിടെ റെൻറ്റിന്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശനി ഞായറും ഫുള്ള്, അതായത് എല്ലാവരും വണ്ടി റെൻ്റെടുത്തിട്ട് ഫുള്ള് പബ്ബും കാര്യങ്ങളും പാർട്ടിയും കാര്യങ്ങളും ഫുള്ള് എൻജോയ് ചെയ്യണ ഒരു ടൈമാണ് വീക്കെൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയുള്ള വണ്ടികളാണ് ഫുള്ള് എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടികളൊക്കെ നമുക്കിവിടെ
പെർ ഡേ ഐ തിങ്ക് പെർ ഡേ എനിക്ക് തോന്നുന്നത് ഒരു 800 രൂപ ആ റേഞ്ചിലാണ് നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. 800 രൂപയല്ല, 800 ദിർഹംസ്. 800 ദിർഹംസാണ് പെർ ഡേ ഇതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് വണ്ടികൾ? നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ട് പറയണം വണ്ടികൾ എങ്ങനെ ഉണ്ട് കാണാനൊക്കെ എന്ന് പറയണം. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ക്ലിയർ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനിപ്പോൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഇരുട്ടായി, ഇപ്പോൾ ഫുള്ള് ഡാർക്കായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോപ്രോയിൽ അത്ര കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മസ്താങ്ങിൻ്റെ ഒക്കെ ബാക്ക് എന്നുള്ളൊരു ലുക്ക് കേട്ടോ. വൈറ്റിൻ്റെ ബാക്ക്, ബ്ലാക്കിൻ്റെ ബാക്ക്, റെഡിൻ്റെ ബാക്ക്, പിന്നെ നമ്മുടെ ഡോഡ്ജ് ഡിമോണിൻ്റെ ബാക്കിലേക്കൊക്കെ ഈ രീതിയിലാണ് കണ്ടില്ലേ. കാരണം അത് SRT എഡിഷനാണ്. SRT എഡിഷൻ വേറെ ലെവലാണ്. ഷെൽബി അത് മോശമൊന്നുമില്ല, നല്ല പവർഫുള്ളായിട്ടുള്ള വണ്ടി തന്നെയാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് 2 സൗദി വണ്ടികളുണ്ട്. ബാക്കിൽ കേരിയർ ഇറക്കിയിട്ടുള്ള 2 ലാൻഡ് ക്രൂസർ കിടക്കുന്നുണ്ട്. നല്ല പൊട്ടിക്കൽ പൊട്ടിച്ചിട്ടാണ് ആ വണ്ടി പോണത്. അടിപൊളി. പിന്നെ ഈ സണ്ണിയും ഇവിടെ റെൻറ്റിനുള്ളതിനും, സണ്ണിക്കാണ് ഏറ്റവും വില കുറവ്. 250 ദിർഹംസ് അങ്ങോട്ടാണ് സണ്ണിക്ക് പെർ ഡേ വരുന്നത്. അല്ല 200 അല്ല, 100 സംതിങ് വന്നുണ്ട്. 100-200 ഉള്ളിലാണ് ഈ സണ്ണിക്ക് റേറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ ഈ കണ്ടതിൽ വെച്ചിട്ട് കൺവേർട്ടബിൾ അല്ലാത്തൊരു മസ്താങ് ഉണ്ട് വെച്ചാൽ ഈ മസ്താങ് മാത്രമേ ഉള്ളൂ കൺവേർട്ടബിൾ. ബാക്കി ഷെൽബിയൊക്കെ കൺവേർട്ടബിളാണ് കണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ. അപ്പോൾ ദുബായിലത്തെ റെൻറ്റ് വണ്ടികളൊക്കെ ഇങ്ങനത്തെ വണ്ടികളാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ദുബായിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്ത് ഓടിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയൊക്കെ എടുത്ത് നമുക്കിവിടെ ഓടിക്കാൻ പറ്റും. കാരണം എനിക്കിപ്പോൾ വേണമെങ്കിൽ ഈ വണ്ടി റെൻറ്റ് എടുത്തിട്ട് നമുക്ക് ഓടിക്കാം. പക്ഷേ ഏകദേശം ഒരു 500-600 അടുത്ത് ദിർഹംസിൻ്റെ അടുത്ത് നമ്മൾ റെൻറ്റ് പേ ചെയ്യേണ്ടി വരും പെർ ഡേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ട ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.